അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി കാണുമ്പോൾ ചെറുതാ, പക്ഷെ ഇത് ബഡാ ദോസ്ത് എന്ന് പറഞ്ഞ വണ്ടി ഉണ്ട്. ആ ബഡാ ദോസ്തിനായിട്ട് പിടിക്കുന്ന വണ്ടിയാണ്. മൈലേജ് ഇതിലും വേറെ ബോഡി വർക്കോ ഒന്നും എടുത്തിട്ടില്ല. വണ്ടി അങ്ങനെ തന്നെ കിടക്കാണ്. ഷോറൂം കണ്ടീഷൻ വേണേൽ പറയാം നമുക്ക്. പല സ്ഥലത്തും ഈ ഗിൽ വർക്ക് എടുക്കുന്ന പലതും പല രീതിയിലാണ്. ഓക്കെ, അത് ഇപ്പൊ നമ്മുടെ കോഴിക്കോട് എടുക്കുന്ന മാതിരി ആവൂല കണ്ണൂർ എടുക്കുക, കണ്ണൂർ എടുക്കുന്ന മാതിരി ആവൂല ചിലപ്പോൾ മലപ്പുറത്ത് എടുക്കുക. ഹായ്, നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത് കോഴിക്കോട് ക്യാപ്സ്കാസ്, അതായത് കോഴിക്കോട് മാങ്കാവ് തിരുവണ്ണൂരുള്ള ക്യാപ്സ്കാസിൽ വെച്ചിട്ടാണ്. പെട്ടെന്ന് ക്യാപ്സിൻ്റെ വീഡിയോ കണ്ടവർക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇതെങ്ങനെയാണ് ക്യാപ്സ്കാസ് ആവുന്നത് അല്ലേ. എൻ്റെ പുറകിൽ നിങ്ങൾ ഫുള്ള് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആണ് കാണുന്നത്, യൂസ്ഡ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആണ്. അപ്പോൾ ക്യാപ്സ്കാസ് പുതിയൊരു യൂസ്ഡ് കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ വിങ് കൂടെ തുടങ്ങിയിട്ടുണ്ട്. ക്യാപ്സ്കാസിൻ്റെ പുറകിലായിട്ടുള്ള ഒരു യാർഡിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്, മാങ്കാവ് തിരുവണ്ണൂർ തന്നെ. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ എന്താ നമ്മുടെ കൂടെ പുതിയൊരാളുടെ സുഷി നമ്മുടെ കൂടെ ഉണ്ട്. ഹായ്, സുഖല്ലേ? നമസ്കാരം. അതെ, ഓക്കെ. അപ്പോൾ ക്യാപ്സ് ഇത് എത്ര നാളായി ഇപ്പോൾ തുടങ്ങിയിട്ട്? ഇത് ക്യാപ്സ് കാർസ് അല്ല, ശരിക്കും ഇത് ക്യാപ്സ് മോട്ടോഴ്സ് ആണ്. ക്യാപ്സ് മോട്ടോഴ്സ്, ടാറ്റന്റെ. അതായത് ടാറ്റ നമ്മൾ എക്സ്ചേഞ്ച് എടുക്കുന്ന വണ്ടികൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സെല് ചെയ്യുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആദ്യം ഒരു ഷോറൂം മറ്റേ മഞ്ചേരി തുടങ്ങിയ അതിന്റെ പാർട്ടായിട്ട് തന്നെയാണ്? അതെ, മഞ്ചേരി ഉണ്ട്, കണ്ണൂരുണ്ട്, ഇപ്പൊ കാസർഗോഡ് വന്നുകൊടുക്കാണ്. ഓക്കെ, കോഴിക്കോട് നമ്മളത് വർക്ക് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിക്കുന്ന വാഹനങ്ങൾക്ക് വാറണ്ടി, അണ്ടർ വാറണ്ടി ഉള്ളതും ഇല്ലാത്ത വാറണ്ടി ഉള്ള വണ്ടികളും ഉണ്ട്, വാറണ്ടി ഇല്ലാത്തതും ഉണ്ട്, എല്ലാം ഉണ്ട്. ടാറ്റന്റെ തന്നെ വാറണ്ടി നമ്മൾ ചെയ്യുന്നത്. അതായത് 6 മന്ത് അല്ലെങ്കിൽ 1 ഇയർ വരെ വാറണ്ടി പോകുന്നുണ്ട്. അതിന് എഞ്ചിന്, ഗിയർ ബോക്സ് ഫുൾ വാറണ്ടിയിലാണ്. ഓക്കെ, ആ തേയ്മ ഇല്ലാത്ത പാർട്സ് നമ്മൾ വാറണ്ടി കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാർഗമാണ് നമ്മുടെ കൂടെ ഉള്ളതിന് വാഹനങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ വാഹനങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ട്, കൊമേഴ്ഷ്യൽ നമ്മളിപ്പോൾ കുറച്ച് നാളായി ചെയ്തിട്ട്, ഏകദേശം 1 വർഷത്തിൻ്റെ മുകളിലായിട്ട് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മയിൽ കൊമേഴ്ഷ്യൽ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ദയവായിട്ട് എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക അല്ലേ. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു വരുത്. ബാക്കി കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ വണ്ടികളായിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാണാം അല്ലേ. ഓക്കെ, ആദ്യ വാഹനം കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ അകത്ത് ചെറിയ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളതും ഇപ്പോൾ എന്താ പറയുക ഏറ്റവും കൂടുതലുള്ളതും അല്ലേ, അശോക് ലാലിൻ്റെ ദോസ്താണ്. KL11 കോഴിക്കോട് രജിസ്ട്രേഷനുള്ള വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2022 മോഡലാണ്. ഓക്കെ, കിലോമീറ്റർ ആകെ ഓടിയത് 12,000 ഓടിയിട്ടുള്ളൂ. ഇത് 4 ബോൾട്ട് ലീഫാണ് വണ്ടി വരുന്നത്. 4 ബോൾട്ട് ലീഫ് സ്പ്രിംഗ് ആണ് വരുന്നത്. അതായത് ഇതിന്റെ ബാക്കിൽ നമ്മൾ അതുപോലത്തെ ലീഫാണ് ചെയ്തിരിക്കുന്നത്. അഡീഷണൽ ലീഫ് കയറ്റിയാണ് വണ്ടിക്ക്. ഇത് എത്ര കപ്പാസിറ്റി ലോഡിലൊക്കെ? ഇത് ലോഡിംഗ് കപ്പാസിറ്റി കമ്പനി പറഞ്ഞത് ഒരു 1.5-2 പറയുന്നത്. പക്ഷേ ഇത് പേലോഡ് കേട്ടോ, അത് പക്ഷേ ആൾക്കാർ അതിൽ കൂടുതൽ കയറ്റിയാൽ മുതലാവുള്ളൂ. ഒരു 3 ടൺ വരെ ഇത് വലിക്കും വണ്ടി, വലിച്ചു. ഓക്കെ, ഓക്കെ, അപ്പോൾ ലീഫ് സ്പ്രിംഗ് ആണ് വരുന്നത്. 2022 മോഡൽ. ഇതിന് വാറണ്ടി ഉണ്ട് വണ്ടിക്ക്, കമ്പനി വാറണ്ടി. ഓക്കെ, ബാക്കി എന്തെങ്കിലും പേപ്പറിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഫിറ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന വണ്ടിക്ക്. ഇതെങ്ങനെയാ, ഒരു വർഷമാണ് അല്ലെങ്കിൽ എത്ര മാസം വരെ? ഇത് പേപ്പർ വരുമ്പോൾ 2 കൊല്ലത്തേക്കാണ് വരിക. 2 കൊല്ലത്തേക്ക് വരും അല്ലേ. ഓക്കെ, ഇതിൽ വരിക പുതിയ വണ്ടി. പിന്നെ 1 ഇയർ നമുക്ക് റിന്യൂവൽ ചെയ്ത് പോവുക ചെയ്യാം. ശരി, ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ നിലവിൽ എല്ലാ പേപ്പർ എല്ലാം ഫിറ്റ് ആണ്. 22 അല്ലേ, 24 വരെ എന്തായാലും. 24 എത്ര മാസം വരെ ഉണ്ടാവും? 24ന്റെ 5-ാം മാസം വരെ. 5-ാം മാസം വരെ ഉണ്ട് രജിസ്ട്രേഷൻ ആയത്. ഓക്കെ, അപ്പോൾ 5-ാം മാസം വരെ നിലവിൽ ഉണ്ട്. ഓക്കെ, ബാക്കി ഇതിലിപ്പോൾ ബാക്കി പിന്നെ എന്താ വെച്ചാൽ ഇപ്പം നോക്കേണ്ട കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പം വണ്ടീന്റെ ബാക്കി എന്താ ബോഡി കിട്ടാൻ സംഭവമുണ്ട്. അതിലിപ്പം സൈഡ് ഫുള്ള് വേലി ഷീറ്റ് അടിച്ച വണ്ടിയാണ്. അതേപോലെ പ്ലാറ്റ്ഫോം ഷീറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1 സൈഡ് ഓപ്പണിംഗ് കൂടെ, 2 സൈഡിന് ഓപ്പൺ ചെയ്യാൻ പറ്റും. ആ രീതിയാണ് വണ്ടി. ലോഡ് ഇറക്കാമല്ലോ നമുക്ക്, 2 സൈഡിൽ വണ്ടി ലോഡ് ഇറക്കാൻ പറ്റും. ആ രീതിയിലാണ് ഈ വണ്ടി ചെയ്തിരിക്കുന്നത്. ഓക്കെ, സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിനി അതിന്റെ മുകളിൽ ബോഡിയിലൊന്നും പണിയാനില്ല, നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും പർപ്പസ് ആക്കണമെന്നുണ്ടെങ്കിൽ ആക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഉള്ളത് ഈ ഒരു കണ്ടീഷനിലാണ് ബോഡി. അപ്പോൾ 3 സൈഡും ഓപ്പണിംഗ് ആണ് അല്ലേ. ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിൽ ലോഡ് ഇറക്കാം, എല്ലാം ചെയ്യാം. ഓക്കെ, ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പ്രൈസിങ് എങ്ങനെയുണ്ട്? ഇത് നമ്മൾ ചോദിക്കുന്ന വില 6 രൂപ, 6,50,000. 2022 ദോസ്താണ്. ഓക്കെ, 22 മോഡൽ അണ്ടർ വാറണ്ടി ഉള്ള ദോസ്താണ്. ഇത് അന്ന് പുതിയ ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ടെന്ന് അറിയോ? ഇതിന് ഏകദേശം അന്ന് പുതിയ ഇറങ്ങുമ്പോൾ ഒരു അഭിപ്രായത്തിൽ ഏകദേശം 9 ലക്ഷം രൂപ അപ്രോക്സിമേറ്റ് വരും. പിന്നെ പ്ലസ് അതിന് കൂടെയാണ് ഈ ബോഡി കാര്യങ്ങളൊക്കെ, ബോഡി പണിക്ക്, ഇരുമ്പ് പണിക്ക് ഏറ്റവും മിനിമം അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരു 40,000 രൂപ 50,000 ഏറ്റവും ചുരുക്കി കാണണം. അതായത് വെയിറ്റ് കൂടെ അനുസരിച്ചിട്ട് അതിന്റെ എമൗണ്ടിൽ വ്യത്യാസം വരും. ഓക്കെ, അങ്ങനെയുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്തു വെച്ച വണ്ടിയാണ്. അങ്ങനത്തെ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എടുക്കാവുന്നതാണ്. പിന്നെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിലേക്ക് വരുമ്പോൾ ലോൺ സൗകര്യം എങ്ങനെയാണ്? ലോൺ കിട്ടും. എത്ര കിട്ടും? ഇതിന്റെ ഒക്കെ ഒരു അഭിപ്രായത്തിൽ 95-90% ലോൺ കിട്ടും. ഈ എമൗണ്ടിന് നമുക്ക് എന്താ പറയുക, സിവിൽ സ്കോർ കാര്യങ്ങളും കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല രീതിയിൽ ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം നമ്മുടെ യൂസ്ഡ് കാറിനൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ലേശം മാറ്റങ്ങൾ വരും. ഓക്കെ, പക്ഷെ
80 ലോൺ അപ്രൂവലൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതിൻ്റെ അഭിപ്രായത്തിൽ ഒരു 6 lakh ലോൺ തന്നെ അല്പം കിട്ടും. അത്രയും കിട്ടും, അത് ലോൺ കിട്ടും. ഓക്കെ. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്കൊരു അടിപൊളി വാഹനം സ്വന്തമാക്കാം അല്ലേ? 19,000 കണ്ടാൽ മതി. അതെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത മാരുതി സുസുക്കി സൂപ്പർ ക്യാരിയാണ്. KL 10 മലപ്പുറം രജിസ്ട്രേഷനുള്ള വാഹനം. ഇത് ഡീസലാണ്. ഇതിൽ പെട്രോൾ ഡീസൽ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഡീസലാണ്. ഇത് ഡീസൽ ടർബോ ആണ് വരുന്നത്. ടർബോ അല്ലേ? വലിവുണ്ടാവും അത്യാവശ്യം. വണ്ടി വലിവൊക്കെ ഉണ്ടാവും. പറഞ്ഞോളൂ എങ്ങനെയാണ്? ഇത് 2018 മോഡൽ വണ്ടിയാണ്. ഇതിപ്പോൾ നിലവിൽ ഇപ്പം പേപ്പറൊക്കെ എന്താ പറയുക, പേപ്പർ ഇല്ല, പേപ്പർ തെറ്റി കിടക്കാണ്. എല്ലായിടത്തും ഇത് നമ്മൾ ഫുൾ പേപ്പറിൽ ഫിറ്റ് ആക്കിയിട്ട് വണ്ടി കൊടുക്കുക. എന്തൊക്കെയുണ്ടോ? ഫിറ്റ്നസ്, ക്ഷേമനിധി, പിന്നെ അതുപോലെ തന്നെ ഇൻഷുറൻസ് മെയിനായിട്ട് ഉണ്ടാവുക. ഇൻഷുറൻസ് ഒക്കെ ഇങ്ങനത്തെ വണ്ടിക്കൊക്കെ ഏകദേശം എത്ര വരുന്നുണ്ട്? ഇത് ഇൻഷുറൻസ് എമൗണ്ട് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 15 രൂപ 15,000 റേഞ്ചിന് അടുത്ത് എന്തായാലും വരും ഇൻഷുറൻസ് എമൗണ്ട്. ഓക്കെ. അപ്പോൾ അത് എല്ലാ പേപ്പറും നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. 1 ഇയറിലേക്കല്ലേ കിട്ടുക? ഒക്കെ 1 ഇയറിലേക്കാണ്. ഒക്കെ 1 ഇയറിലേക്ക് ഉണ്ടാവുക. ഇൻഷുറൻസ്, ക്ഷേമനിധി, അതേപോലെ തന്നെ ഫിറ്റ്നസ് എല്ലാം നിങ്ങൾക്ക് എടുത്ത് തരും. ഇപ്പോൾ തെറ്റി കിടക്കാണ്. എന്താ വെച്ചാൽ നമുക്ക് കമ്പനി പോളിസിനകത്ത് പേര് മാറിട്ടേ വണ്ടി കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് എക്സ്ചേഞ്ച് എടുക്കുന്ന വണ്ടി ആയാലും അത് തരുന്ന ആൾക്ക് നമുക്കൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അതിന് വരെ ഞങ്ങൾ വണ്ടി പേപ്പർ ഫിറ്റ് ആക്കിയിട്ട് പേര് മാറിയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ എടുക്കുന്ന ആൾക്ക് സുഖമാണ്. എന്ത് കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ആ പേപ്പറിന്റെ മുകളിൽ ഒരു പൈസ ചെലവ് വരുന്നില്ല. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഇത് ഓട്ടം എത്രയായി ഇപ്പോൾ? ഇതിപ്പോൾ കിലോമീറ്റർ 140 ഓടിയത്. 140. ഇത് ലോഡിൽ ഇതിന്റെ കപ്പാസിറ്റി വലിക്കാൻ പറ്റിയ എത്ര? 1.2 വരെ പേലോഡ് കാണിക്കുന്നത്. പക്ഷേ ഇത് 2 point something കാണിക്കും. വലിക്കും. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ നോർമൽ പേലോഡിൽ എത്ര മൈലേജ് വരാൻ ചാൻസ് ഉണ്ട് ഇതിന്? നോർമൽ പേലോഡിൽ ഇതിനൊക്കെ ഇതിൻ്റെ 18 കിലോമീറ്റർ 20 മൈലേജ് കിട്ടും. ഓക്കെ. ലോഡ് കൂടുമ്പോൾ ചെറിയ ഡിഫറൻസ് വരും, ചെറിയ മാറ്റങ്ങൾ വരും. നോർമൽ ഒരു പേലോഡ് വെച്ച് ഞാൻ ചോദിക്കുകയാണ് മൈലേജ്, കാരണം വെച്ചാൽ പലർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഓക്കെ. അപ്പോൾ പ്രൈസിങ് എങ്ങനെ ഇപ്പോൾ? ഇതിനിപ്പോൾ 3.40 ചോദിക്കുന്നത്. 3,40,000 രൂപ. ഇതിലും വേറെ ബോഡി പണി ഒന്നും ഇല്ലല്ലോ? ഇതിന് ബോഡി എടുത്തിട്ടില്ല. ഇത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ജസ്റ്റ് ക്യാബിൻ മാത്രമേ ഉള്ളൂ, മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ. ഇത് നോർമലി യൂസ് ചെയ്തത് നമ്മുടെ ഈ കോഴിമുട്ട ഫാമിൽ ഉപയോഗിച്ച വണ്ടി, മുട്ട എടുക്കാനായിട്ട് മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് അവര് ജസ്റ്റ് ഒരു ഷീറ്റ് കെട്ടിട്ട് മാത്രം ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനി എടുക്കുന്ന ആൾക്ക് വെയിൽ അടിക്കേണ്ടി വരും. ഓക്കെ. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. എൻ്റെ അടുത്തൊരു കൊമേഴ്ഷ്യൽ ഒരാൾ മുന്നേ ഒരു കോൺടാക്ട് ചെയ്തിരുന്നു, ഒരു ഇത് വെക്കാൻ വേണ്ടിയിട്ട്. അതായത് അവർ കസ്റ്റമൈസ് ചെയ്തതാണ് ഒരു വണ്ടി, ഫുഡ് ട്രക്ക് പോലത്തെ ഒരു സെറ്റപ്പിൽ. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമോ? അത് ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അത് നോക്കിയാൽ കമ്പനി ഇത് മാത്രമാണ് ചെയ്യുന്നത്. അതിൽ ആസിൻ്റെ അകത്ത് നമുക്ക് കൊടുക്കും എന്താണ് ചെയ്തത്. അതിന് അപ്രൂവ് ചെയ്തിരിക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എടുക്കും. ഫുഡ് ട്രക്കിന് അപ്രൂവ് ചെയ്ത വണ്ടിയാണ് അത്. RCയിൽ ഓൾറെഡി ആയതാണ്. പക്ഷെ അവരിപ്പോൾ ബിസിനസ് എന്തോ പ്രശ്നമായതുകൊണ്ട് അവർ ഒഴിവാക്കാൻ നമുക്ക് എടുക്കും. അതിനുള്ള കസ്റ്റമേഴ്സ് ചോദിച്ചു വരാറുണ്ട്. ഇപ്പോൾ ഒരു എന്താ പറയുക, സ്ട്രീറ്റ് ഫുഡൊക്കെ ഭയങ്കര സമയമാണ്. ചിലപ്പോൾ ആ സമയത്ത് വരുന്ന ആൾക്കാർ നമുക്ക് അത് എങ്കിലും വരാറുണ്ട്. ഇവിടെ നമ്മൾ എടുത്തുന്ന ഈ ബോഡിയുള്ള വണ്ടികൾ എടുത്തിട്ട് ആൾക്കാർ ഇതിന് മുന്നേ ഞങ്ങളുടെ വണ്ടികൾ ഉണ്ടായിരുന്നു. അല്ല, ഇപ്പൊ വീഡിയോ കാണുന്നവർ അവരുടെ വണ്ടി കൊടുക്കാനുണ്ടെങ്കിൽ അതും നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറ്റാണ്, എടുക്കാൻ പറ്റും. അപ്പോൾ എടുക്കുന്നുണ്ട് വിൽക്കുന്നുണ്ട് കേട്ടോ, ഒന്നും പേടിക്കണ്ട, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ 3 lakhs വരെയൊക്കെ ലോൺ വരുമോ? ഇതിനൊരു 2.75 വരെ ചെയ്യാൻ പറ്റും. ലോൺ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് നോർമലി പറഞ്ഞാണ്. നല്ല കസ്റ്റമറാണ്, ചിലപ്പോൾ 3 lakh വരെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതും ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറങ്ങും. വേറെ വർക്കൊന്നുമില്ല ഇപ്പോൾ? ഒന്നുമില്ല, വർക്കൊന്നുമില്ല. വണ്ടി ഫുൾ കമ്പനി സർവീസ്, മെക്കാനിക്കൽ ആയിട്ടുള്ള പണികൾ ഒന്നുമില്ല. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൽ നിങ്ങൾക്ക് അറിയാലോ എന്തായാലും ഓടിയിട്ടുള്ള ഇതാണ്. പക്ഷേ എഞ്ചിൻ പരമായിട്ടോ വേറെ യാതൊരു കംപ്ലൈന്റ് വണ്ടിക്ക് ഇല്ല. കറക്റ്റ് സർവീസ് എല്ലാം പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഒരു എഞ്ചിൻ പരമായിട്ട് ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും വരില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു വാറണ്ടി കൊടുക്കുകയും ചെയ്യാം. അല്ലേ? ഓക്കെ. അടുത്തൊരു ഷോറൂം കണ്ടീഷനിൽ കിടക്കുന്ന ഒരു ഇൻട്രയാണ്. ടാറ്റയുടെ ഇൻട്ര V50 ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് വാഹനമാണ് ഇത്. ഇപ്പോൾ KL 11 രജിസ്ട്രേഷനാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2023 മോഡൽ വണ്ടിയാണ്. 8ാം മാസം കേട്ടോ. 8ാം മാസമാണ് രജിസ്ട്രേഷൻ വന്നത്. എനിക്ക് തോന്നുന്നത് 9ാം മാസത്താണ്. 9ാം മാസം 10ാം മാസമാണ് വണ്ടി ഇറങ്ങിയത്. നമ്മുടെ കമ്പനി തന്നെ കൊടുത്ത വണ്ടിയായിരുന്നു. ഓക്കെ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി കാണുമ്പോൾ ഒരു ചെറുതാണ്, പക്ഷേ ഇത് ബഡാദോസ്ത് എന്ന് പറഞ്ഞ വണ്ടി ഉണ്ട്. ആ ബഡാദോസിനായിട്ട് പിടിക്കുന്ന വണ്ടിയാണ് അത്. നമ്മുടെ ഇതിൽ ബഡാദോസിന്റെ അതേ ലെവലിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ഇത് കിലോമീറ്റർ ആകെ 700 കിട്ടുള്ളൂ. ഫുൾ വാറണ്ടി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് ആൾ വിറ്റു എന്നുള്ള ഒരു ചോദ്യം വരും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ശരിക്കും V30 ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. ഇതിന്റെ കുറഞ്ഞ മോഡൽ. അതെ, അതായത് ഇവരെ റോഡ് കയറാൻ ലേശം ബുദ്ധിമുട്ടാണ്. ഇവരെന്ന് വെച്ചാൽ ആ റോഡ് കൂടെ മാത്രം ജസ്റ്റ് ഓടിച്ചു നോക്കി ആ ഇടവഴിക്ക് വണ്ടി കയറ്റില്ല. ഓക്കെ. പക്ഷെ അത് വണ്ടി കയറാൻ ബുദ്ധിമുട്ടായി. ഈ കസ്റ്റമർ നമ്മുടെ അടുത്ത് തന്നെ ഈ V50 നമുക്ക് തന്നിട്ട് V30 നമുക്ക് എടുത്തും പോവുകയും ചെയ്തു. അപ്പൊ അങ്ങനെ എക്സ്ചേഞ്ചിന് എല്ലാ സൗകര്യം ഇപ്പം ഞങ്ങൾ എടുത്തതിനെ കൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് ക്യാപ്സ് കാർസ് മാത്രമേ ക്യാപ്സ് മോട്ടോഴ്സ് മാത്രമേ ഉള്ളൂ ഇത് ചെയ്യുന്നത്. മറ്റുള്ളതൊന്നും വണ്ടിയിൽ എടുത്ത് വെക്കുന്നില്ല, ഇപ്പൊ പുറത്തേക്ക് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം
ഇതിപ്പോ എന്താ വെച്ചാൽ അങ്ങനെ എടുത്ത് വെച്ചൊരു വണ്ടിയാണിത്. ആകെ 700 വണ്ടി ഓടിയിട്ടുള്ളൂ. വേറെ യാതൊരു പരിക്കോ കാണൊന്നുമില്ല. അപ്പൊ അണ്ടർ ഫുൾ വാറണ്ടി ആയിരിക്കും, ഫുൾ വാറണ്ടി. ഒന്നും നോക്കണ്ട, പുതിയ വണ്ടി എന്താണോ ആ ഒരു വിലയ്ക്ക് നമ്മൾ കൊടുക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൽ ബോഡി കാര്യങ്ങളൊന്നും ചെയ്തില്ല. വണ്ടി എടുത്തിട്ട് ആ ബോഡി ചെയ്യാൻ വേണ്ടി പോണ സമയത്താണ് ഇവർ കേട്ടിട്ട് നോക്കുന്നതും സമയത്താണ് ഇങ്ങനെ ചെറിയ ബുദ്ധിമുട്ട് വന്നത്. ഇതിനൊക്കെ വലിയ എത്രയാ? 2 ടണ്ണോ 2.5 എത്രയാ? ഇതിന് 4 ടണ്ണാണ് ഏകദേശം. 4 ഏകദേശം വരുന്നുണ്ട്. അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇൻട്രാ V50 എത്ര കൊടുക്കുക 2023 മോഡൽ? അത് നമുക്കൊരു 8.25 ലക്ഷം റുപ്യക്ക് ചെയ്ത് കൊടുക്കാം. 8,25,000. ഇത് പുതിയ എത്ര വരുന്നുണ്ട്? പുതിയ ഓൾമോസ്റ്റ് 10 സംതിങ്. അതായത് നമുക്ക് പുതിയ വണ്ടിയിൽ നിന്ന് ഒരു 2 ലക്ഷം റുപ്യ കുറച്ച് കൊടുക്കാന്നാണ് നമുക്ക് കമ്പനിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ. അപ്പം 2 lakhs ആണ് ഡിഫറൻസ് വരുന്നത്. വെറും 700 കിലോമീറ്റർ മാത്രം ഓടിയ V50 ഇൻട്രയാണ്. നിങ്ങൾക്ക് ഇനി മെക്കാനിക്കലിയുള്ള കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്പനി കൊണ്ടുപോയിട്ട് ഫുൾ ഇൻസ്പെക്ഷൻ ചെയ്യാം, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അത്രയും ഡിസ്കൗണ്ടിലാണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത്രയും മാറ്റം വന്നു കഴിഞ്ഞു. നിങ്ങൾ പുതിയ 700 കിലോമീറ്ററിന് വേണ്ടി പുതിയൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ നഷ്ടമായിരിക്കും അല്ലേ? അതെ അതെ. 4 മാസം വണ്ടി ഇറങ്ങിയിട്ട് ആയിട്ടുള്ളൂ. അതെ അതെ തീർച്ചയായും. ഓക്കെ. അപ്പോൾ ലോണും കയറുമല്ലോ മാക്സിമം? ലോണും കയറും നമുക്ക്. ഓക്കെ. 90% എന്തായാലും ലോൺ കിട്ടുന്നതാണ്. ഒന്നും പറയല്ല, അണ്ടർ വാറണ്ടി ഉള്ള വാഹനം. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ടാറ്റയുടെ വാഹനം തന്നെയാണ്. ടാറ്റ എയ്സ് ഗോൾഡാണ്. KL 55 തിരൂര് രജിസ്ട്രേഷൻ വാഹനം. പറഞ്ഞോളൂ. ഇത് 2023 പുതിയ വണ്ടി തന്നെയാണ്. പുതിയ വണ്ടി തന്നെയാണ്? പുതിയ വണ്ടി തന്നെ. ഓക്കെ. 2023 എത്ര ഓടിയാ തരം? കിലോമീറ്റർ 1000 ചോട ഓടിയിട്ടുള്ളൂ. ഇതും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി അല്ല, ഇത് നമ്മുടെ കമ്പനിയുടെ ചെറിയ അബദ്ധം പറ്റി പോയതാണ്. എന്താ പറ്റിയ? കമ്പനി അതിന്റെ ചേസ് നമ്പർ ഒന്ന് മാറി അടിച്ചു പോയി. ബില്ലിങ് സമയത്ത്. അപ്പൊ അതിനെ കൊണ്ട് വണ്ടി മാറി എന്നൊക്കെ പറഞ്ഞിട്ട് കസ്റ്റമറായിട്ട് ചെറിയൊരു അവർക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ആ വണ്ടി ഞങ്ങൾ തിരിച്ചെടുത്തിട്ട് ഞങ്ങൾ പുതിയ വണ്ടി വേറെ കൊടുത്താണ്. അപ്പൊ ഇതിപ്പോ രജിസ്ട്രേഷൻ ആയത് അവരുടെ പേര് തന്നെയാണ്? അവരുടെ പേര് രജിസ്ട്രേഷൻ ആയതാണ്. തിരൂര് അതിൽ രജിസ്ട്രേഷൻ ആയി കിടക്കുന്ന വണ്ടിയാണ്. ഓക്കെ. അപ്പൊ എനിക്ക് ആദ്യം അറിയേണ്ടത് ഇതിന്റെ പുതിയ വില എത്ര ഉണ്ടെന്നാണ്. ഇത് പുതിയ ഏകദേശം ഇപ്പൊ ഇറങ്ങുന്നത് 5,33,000 പുതിയ വണ്ടിക്ക് ഇപ്പം വരുന്നതല്ല. മാസങ്ങളുടെ പഴക്കമേ ഉള്ളൂ. ഏറ്റവും ലേറ്റസ്റ്റ് സുമോ ഗോൾഡ് എന്ന് പറയുന്നത് എയ്സ് ഗോൾഡ്. എയ്സ് ഗോൾഡ് പെട്രോളാണ് വണ്ടി ഇത്. ഓക്കെ. എയ്സ് ഗോൾഡ് പെട്രോളാണ്. എയ്സ് ഗോൾഡ് പെട്രോൾ ആകുമ്പോൾ മൈലേജ് എത്ര വരാൻ ചാൻസ് ഉണ്ട്? മൈലേജ് ലോഡിലാണ്. ലോഡിങ്ങൊക്കെ ആണെങ്കിൽ ഇതിന്റെ ഞങ്ങൾക്ക് കമ്പനികൾ പറയുന്നത് 18 കിലോമീറ്റർ 20 അടുത്ത് വരെ മൈലേജ് ഞങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. അത്രയൊക്കെ ഉണ്ട് ലോഡിൽ? ലോഡിൽ വരുന്നുണ്ട്. പക്ഷേ അതില്ലെങ്കിൽ പോലും ഒരു 16-15 അടുത്ത് എല്ലാ കസ്റ്റമേഴ്സും കിട്ടുന്നുണ്ട്. 15-16 അതിപ്പോ ഈ ആൾക്കാർ നമ്മൾ പറഞ്ഞ പേയിലോട് വെച്ച് ആർക്കും ഓടിക്കാൻ കഴിയത്തില്ല. അതിൽ വെച്ച് ഓടിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കും ഇതിന്റെ ഓടിച്ചിട്ട് മുതലാവില്ല. അപ്പൊ എന്തായാലും ചിലപ്പോൾ പേ എന്താ പറയുക ലോഡ് കയറ്റുമ്പോൾ ചിലപ്പോൾ 2.5 ചിലപ്പോൾ ആൾക്കാർ ലോഡ് കയറ്റി പോകുന്നുണ്ട്. പക്ഷെ മൈലേജ് കിട്ടുന്ന വണ്ടി എല്ലാവർക്കും. ഓക്കെ. മൈലേജ് ഉണ്ട്. ഇതിലും വേറെ ബോഡി വർക്കോ ഒന്നും എടുത്തിട്ടില്ല. വണ്ടി അങ്ങനെ തന്നെ കിടക്കാണ്. ഷോറൂം കണ്ടീഷൻ എന്ന് വേണേൽ പറയാം. നമുക്ക് അങ്ങനെ തന്നെ കിടക്കാണ്. എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 4 ലക്ഷം റുപ്യ കൊടുക്കാം. 4 ലക്ഷത്തില്ല. ഓക്കെ. ഇതിന്റെ പേപ്പേഴ്സ് ഒക്കെ 2 ഇയർ വരെ ഉണ്ടാവും? എങ്ങനെയാ? പേപ്പേഴ്സ് എല്ലാം ഫിറ്റ് ആണ്. പേപ്പർ 2 കൊല്ലത്തിൽ ഉണ്ടാവും എല്ലാ വണ്ടിക്കും. ഇപ്പോൾ ഫിറ്റ്നസ് ആയാലും പുതിയ വണ്ടിക്കാണെങ്കിൽ 2 വർഷം. പിന്നെ 1 വർഷം കൂടുമ്പോൾ പിന്നെ ഫിറ്റ്നസ് 1 ഇയർ ആകുമ്പോൾ മാറി നമ്മൾ ടാക്സി പർപ്പസ് ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ 1 ഇയർ ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കും. എന്തൊക്കെ പേപ്പേഴ്സ് വരും? ഫിറ്റ്നസ്, പെർമിറ്റ് വരുന്നുണ്ട്. ഫിറ്റ്നസ് വരുന്നുണ്ട്, ഇൻഷുറൻസ്, ടാക്സ്, ക്ഷേമനിധി, അങ്ങനത്തെ കുറച്ച് വരുന്നുണ്ട്. ഓക്കെ. അത്രയേ ഉള്ളൂ. പ്രൈസ് ലോണ് ഇത് ഞാൻ പറഞ്ഞ 4 lakhs നമ്മൾ റേറ്റ് ആണ്. 4 ലക്ഷം റുപ്യ. എന്തെങ്കിലും ചെറിയ ഡിഫറൻസ് കൊണ്ട് നമുക്ക് നമ്മൾ സംസാരിച്ച കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഡിസ്കൗണ്ട് ചിലപ്പോൾ ന്യൂ കിട്ടാൻ മതി. അപ്പോൾ പുതിയ എത്ര പറഞ്ഞത് നമ്മൾ നേരത്തെ? 5,33,000. 5,33,000 വണ്ടിയാണ് നിങ്ങൾക്ക് 4 ലക്ഷത്തിന് ഇപ്പോൾ കിട്ടുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ വളരെ ലോ കിലോമീറ്റർ ആണ്. കമ്പനി മെയിൻറ്റൈൻഡ് വണ്ടി എന്ന് തന്നെ പറയാം. അത്രയുണ്ട്. ഓക്കെ. ഒരു 3-3.5 ലോൺ വരും. 3-3.25 4 ഫുൾ ലോണ് ചാൻസ് ഉണ്ട്. ട്രാക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഫുൾ ലോൺ വരെ ചാൻസ് ഉള്ള ഒരു വാഹനമാണ്. അപ്പോൾ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ് അങ്ങനത്തെ എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ഓൾറെഡി ഉള്ള ബിസിനസ് നടത്തുന്ന ആളുകൾ പുതിയ ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിലോ എല്ലാം എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. ചെറുവണ്ടികളിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാഴ്ചക്കുന്ന ഒരു വണ്ടിയാണ് എയ്സ് ഗോൾഡ്. അടുത്ത ആൾക്കാർക്ക് വീണ്ടും ഒരു എയ്സ് ഗോൾഡ് വന്നിരിക്കുന്നു. KL 59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷനുള്ള വാഹനം. ഇത് ഡീസലാണോ പെട്രോളാണോ? ഇത് ഡീസലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. നല്ല മൈലേജ് ഉണ്ട് വണ്ടിക്ക്. ഓക്കെ. ലോഡ് തന്നെ നല്ല മൈലേജ് കിട്ടും. ഇതെന്തായാലും പുതിയല്ല, പഴയാണ്. ഇത് 2018 മോഡൽ. പക്ഷേ ആള് നല്ല കണ്ടീഷൻ. വണ്ടി കണ്ടാൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ. ബോഡി കാര്യങ്ങൾ വേറെ ആക്സിഡന്റ് വർക്ക് റീപ്ലേസ്മെന്റ് അങ്ങനെയൊന്നും ഓടിയിട്ടില്ല. കുറച്ചൊരു ടയേഴ്സ് കുറവുണ്ട് പുറകില്. അതെ, ടയേഴ്സിന് ചെറിയ ഒരു ഇതൊക്കെ റീസോൾവ് ചെയ്യുന്നതല്ലേ? റീസോളിംഗ് ടയേഴ്സ് ഉള്ളതുണ്ട്, അല്ലാത്തതും ഉണ്ട്. അല്ല, ഇതിപ്പോ ചെയ്യുന്നുണ്ട്. റീസോളിംഗ് ചെയ്താൽ മതിയോ അതോ ടയേഴ്സ് റീസോളിംഗ് ചെയ്താൽ മതി? ശരിക്കും കമ്പനി ടയറിനെക്കാട്ടും കൂടുതൽ നമുക്ക് പലരും പറഞ്ഞത് റീസോളിംഗ് ടയറാണ് കൂടുതൽ കിട്ടുന്നതാണ് നമുക്ക് പറഞ്ഞത്. നമുക്ക് അനുഭവമില്ല. ഈ ചില കസ്റ്റമേഴ്സ് സർവീസ് എന്നൊക്കെ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അത്
ഇത് ഈ വണ്ടിയുമായിട്ട് നടക്കുന്നവർക്ക് പറ്റും. കറക്റ്റ് അറിയാൻ പറ്റും. നമുക്കറിയില്ല, അറിയുന്നവർ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമന്റ് ചെയ്യുക. പിന്നെ റീസോൾ ടയറിൽ ചിലപ്പോൾ ബ്രേക്കിങ്ങിന് പ്രശ്നമുണ്ടെന്നുള്ളത് കേട്ടിട്ടുണ്ട്. റീസോൾ ടയർ ബ്രേക്ക് എല്ലാം വെക്കും. പക്ഷേ ചെറിയ ചെറിയ വണ്ടികളാകുമ്പോൾ നാട്ടിൽ തോട്ടങ്ങൾ മാത്രം ഉണ്ടാവുക. അവരധികം റീസോൾ ടയർസ് അങ്ങനെയാണ് യൂസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, ബ്രേക്കിങ്ങിന് ഒരു ബുദ്ധിമുട്ട് കേട്ടിട്ടുണ്ട് മുന്നേ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എത്ര ഓടി ഇപ്പോൾ? ഇത് കിലോമീറ്റർ 65,000 അങ്ങനെ ഓടിയിട്ടുള്ളൂ. 2018 65,000. ഓക്കെ, ഡീസൽ എഞ്ചിനാണ്, ഡീസൽ എഞ്ചിൻ, മൈലേജ് ഉണ്ടാവും. പറോളൂ പ്രൈസിങ് എങ്ങനെയാണ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 2,85,000. 2,85,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 65,000 ഓടിയ 2018 ഏസ് ഡീസൽ വാഹനമാണ്. പെട്രോൾ ഡീസലുമായിട്ട് എത്ര വില വ്യത്യാസം വരുന്നുണ്ടെന്ന് അറിയോ? എങ്ങനെ പുതിയ ഇറങ്ങുമ്പോഴാണോ? അന്ന് ഇറങ്ങുമ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഡീസലും പെട്രോളും എൻ്റെ ഒരു അഭിപ്രായത്തിൽ 1 lakh ഡിഫറൻസ് ആണ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടത്. ഡീസലും പെട്രോളും ആയിട്ടല്ല. നമ്മളിപ്പോൾ ഇതിൽ പുതിയ വന്ന ആൾക്കാരാണല്ലോ, അതിനെക്കൊണ്ട് കൂടുതലായിട്ട് ഇങ്ങനെ പഠിച്ചു വരുന്നുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങൾക്ക് അറിയാലോ. ഓക്കെ, എന്തായാലും അറിയുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്ത് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ പുതിയ ആളുകൾക്ക് അറിയാൻ പറ്റുമല്ലോ എങ്ങനെ ഇതൊക്കെ വരുന്നതെന്ന്. പിന്നെ സർവീസ് കോസ്റ്റ് കുറവാണ് പൊതുവെ. എത്ര വരും ഇതിനൊക്കെ? അപ്രോക്സിമേറ്റ് നമ്മുടെ കമ്പനി സർവീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5,000 ബിലേ വരുന്നുള്ളൂ സർവീസ്. അതെ. ഓക്കെ, വെച്ചിട്ടുണ്ടെങ്കിൽ കാറ് പോലെയല്ല. സർവീസ് കോസ്റ്റ് പൊതുവെ കൊമേഴ്ഷ്യൽസിന് കമ്പനിയിലായാലും ശരി, ടാറ്റന്റെ കമ്പനിയിലായാലും ശരി, സർവീസ് കോസ്റ്റ് നമുക്ക് കുറവാണ്. എല്ലാ കാര്യം പാർട്സ് ആയാലും സ്പെയർ ആയാലും. ഇപ്പോൾ ഒരു ജനറൽ സർവീസ്, ഓയിൽ, ഫിൽറ്റർ അങ്ങനെ എല്ലാം മാറി വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം അപ്രോക്സിമേറ്റ് ഒരു 3,000 രൂപ, 3,500 ചെയ്യാൻ പറ്റും. പിന്നെ സ്പെയർസ് മാറുമ്പോൾ അതൊക്കെ അത് ഏത് വണ്ടിയായാലും അത് മാറുമ്പോൾ അതിൻ്റെതായ ചിലവ് വരുമല്ലോ. ഓക്കെ, അപ്പോൾ പേപ്പേഴ്സ് ഒക്കെ പേപ്പേഴ്സ് ഇപ്പോൾ നിലവിൽ എടുക്കണം, നമുക്ക് പുതിയ എടുക്കാനുള്ളതാണ്. എടുത്ത് കൊടുക്കാം. ഞാൻ ഫുൾ പേപ്പേഴ്സ് ഫുൾ ഫിറ്റ് ആയിട്ടേ കൊടുക്കുന്നു. ഓക്കെ, ഫുള്ള് എല്ലാ പേപ്പറും എടുത്തിട്ട് നിങ്ങൾക്ക് തരും. 1 ഇയറിലേക്കുള്ള എല്ലാ പേപ്പേഴ്സും ഉണ്ടാവും. ഇതും ലീഫാണ് അല്ലേ ബാക്ക് വരുന്നത്? ഓക്കെ, അടുത്തും ഏസ് തന്നെയാണ്. ഏസിൻ്റെ മിൻ്റാണ്, KL53 രജിസ്ട്രേഷൻ വാഹനമാണ്. പറഞ്ഞോളൂ. ഇത് 2019 മുകളിൽ വണ്ടിയാണ്. 19 മുകളിൽ വണ്ടിയാണ്. ഏസ് മിന്റ്. ഓക്കെ, അതായത് ഏസ് ഗോൾഡിനെക്കാട്ടും കുറച്ചും കൂടി വലുപ്പം കൂടും, ലോഡിംഗ് കപ്പാസിറ്റി കുറച്ച് കൂടും. അങ്ങനെ നിൽക്കുന്ന വണ്ടിയാണ്. പവർ സ്റ്റിയറിംഗ് ആണ് വണ്ടി വരുന്നത്. പവർ സ്റ്റിയറിംഗ് അല്ലേ? ഓക്കെ, ഇതിൽ ബോഡിയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഏസിലും ബോഡിയും കാര്യങ്ങളും ബോഡി ഉണ്ട്. അത് ചില ഇതിന് സൈഡ് മൊത്തം ബോഡി കെട്ടിയതാ, ഫുൾ കവേർഡ് കെട്ടി വെച്ചിരിക്കുന്നത്. അത് ഇങ്ങനെ അത് കുറച്ച് ഗ്രില്ല് പോലെ അത് പല സ്ഥലത്തും ഈ ഗ്രിൽ വർക്ക് എടുക്കുന്ന പലതും പല രീതിയിലാണ്. ഓക്കെ, അത് ഇപ്പൊ നമ്മുടെ കോഴിക്കോട് എടുക്കുന്ന മാതിരി ആവൂല കണ്ണൂർ എടുക്കുന്ന മാതിരി ആവൂല ചിലപ്പോൾ മലപ്പുറത്ത് എടുക്കുക. ഓരോ സ്റ്റൈലിൽ ആൾക്കാർ ആ ഒരു മാറ്റം എടുക്കും. പല ഡിസൈൻ വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പലതും ഉണ്ട് ഈ സാധനത്തിനകത്ത്. അത് നോക്കണം. എന്തായാലും ബോഡി ഉണ്ട്. ബോഡി കെട്ടിക്കുന്ന ഷീറ്റും ബോഡിയും സൈഡും ഒക്കെ അടിച്ചിട്ടുള്ള നല്ലൊരു വണ്ടി, നല്ല നീറ്റ് ബോഡി, നല്ല ബോഡി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇത് നമ്മൾ ചോദിക്കുന്ന വില 2,95,000. 2,95,000 മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2019 മോഡലാണ്. ഡീസൽ 19 ഡീസൽ 2,95,000. അത്യാവശ്യം മൈലേജ് ഇതിനുണ്ടാവും. ഫുൾ ലോൺ കിട്ടും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 2.25 ലോൺ കയറേണ്ടതാണ്. 3/4 വരെ കിട്ടും അല്ലേ? 3/4 എന്തായാലും കയറണം. ഇതിന് മുന്നേ ചെയ്തൊരു വണ്ടിക്ക് 2018 ഞങ്ങൾക്ക് 2.80 എടുത്തിട്ട് ലോൺ അവർക്ക് പാസ്സായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ കൊല്ലം 2023 24 ആയപ്പോൾ ആ ഡിഫറൻസ് വരുമല്ലോ. നേരത്തെ കണ്ട ഇതിലോ ഗോൾഡില് അതിന് നമുക്ക് 2.25 രൂപ 2.5 ലോൺ കയറാൻ മതി. ഇത് നമ്മൾ അപ്രോക്സിമേറ്റ് ലോൺ എമൗണ്ടാ പറഞ്ഞ് ഡിഫറൻസ്, അതായത് ചെറിയ വ്യത്യാസം വരും കേട്ടോ. അതൊക്കെ എന്നാലും മാക്സിമം ലോണും കിട്ടുന്നുണ്ട് എല്ലാത്തിലും. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ലെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. ഡൗൺ പേയ്മെന്റിൽ നിങ്ങളുടെ ട്രാക്ക് ഓക്കെ ആണെങ്കിൽ, സിവിൽ ട്രാക്ക് ഓക്കെ ആണെങ്കിൽ ലോൺ കിട്ടും. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാലോ. അടുത്ത ടാറ്റ ഏസ് മെഗാ KL13 രജിസ്ട്രേഷൻ ആണ്. ഇവിടെ ഇപ്പോൾ ഏകദേശം മൊത്തം ഉള്ളത് ടാറ്റ വണ്ടികൾ തന്നെയാണ്. ഒരൊറ്റ പുറത്തുനിന്ന് സൂപ്പർ കാരി ഉള്ളൂ അല്ലേ? അതെ. ഇനി ഏതെങ്കിലും സ്റ്റോക്ക് വരാണ്ടോ ഇവിടെ? സ്റ്റോക്ക് നമുക്ക് ഇനി ഒരു 9 വണ്ടികൾ വരാണ്ട് ഇനി വരാണ്ട്. അത് ടാറ്റ വണ്ടികൾ തന്നെയാണോ? 407 എന്ന് പറഞ്ഞ വണ്ടികൾ 407 ഉണ്ട്. 407 ഉണ്ട്. അതൊക്കെ ഫുൾ ബോഡി ചെയ്ത വണ്ടികൾ അല്ലേ? ഫുൾ ബോഡി, അതായത് കണ്ടെയ്നർ ബോഡി ചെയ്ത വണ്ടികൾ. പിന്നെ വേറെ ഇസൂസിന്റെ വണ്ടി വരാനുണ്ട്, ഡിമാക്സ് അത് വരാനുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഈ മാസം പർച്ചേസിംഗിൽ നിൽക്കുന്ന വണ്ടികളാണ്. ഓക്കെ, ഓൾറെഡി ഇപ്പോൾ 9 വണ്ടികളുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ മഞ്ചേരി ഷോറൂമിൽ ഒരു 3 വണ്ടി 4 സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ അതൊക്കെ ഇനിയിപ്പം കോഴിക്കോടിലേക്ക് നമ്മൾ യാർഡിന്റെ പണി നടക്കണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങോട്ട് വന്നുകൊണ്ട് നിൽക്കുന്നുള്ളൂ. കൂടുതൽ വീഡിയോസ് കാണിച്ചു കൊടുക്കാം. ഓക്കെ, എന്തായാലും അത് അടുത്ത പ്രാവശ്യം കാണിച്ചു തരാം. ഇതെങ്ങനെ ഡീറ്റെയിൽ മെഗാ? ഇത് 2018 മോഡൽ വണ്ടിയാണ്. ഇത് നമുക്ക് ചോദിക്കുന്ന റേറ്റ് 2.30. 2,30,000 എത്ര ഓടി ഇപ്പോൾ? ഇത് കിലോമീറ്റർ ഏകദേശം 1-ന് ഓടിക്കുന്നത്. 1-ന്റെ അടുത്ത്. ഡീസൽ അല്ലേ മൊത്തം? ഡീസൽ. സർവീസ് ഒക്കെ പ്രോപ്പർ ആണോ? ഒക്കെ പ്രോപ്പറായിട്ട് പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ടയേഴ്സ് കുറവാണ്. ടയേഴ്സ് ലേശം കുറവുണ്ട്. ഓക്കെ, പിന്നെ ബോഡി എല്ലാം ചെയ്ത വാഹനം. ബോഡി കാര്യമൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. സൈഡ് വെയിലി ഷീറ്റൊക്കെ അടിച്ച വണ്ടിയാണ് എല്ലാ വണ്ടിയും. പേപ്പേഴ്സ് എങ്ങനെയാ അവസ്ഥ? പേപ്പേഴ്സ്
എനിക്ക് തോന്നുന്നത് ചെറിയ 1-2 പേപ്പേഴ്സ് പെൻഡിങ് ഉണ്ട്, അത് നമ്മൾ ചെയ്ത് കൊടുക്കും. ഓക്കെ. നമ്മുടെ എല്ലാ വണ്ടിക്കും നമ്മൾ പേപ്പർ ഫിറ്റ് ആയിട്ട് കൊടുക്കുള്ളൂ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പനി പോളിസി പ്രകാരം നമുക്ക് വണ്ടി വിൽക്കുമ്പോൾ പേര് മാറ്റേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ അത് പേര് മാറണമെങ്കിൽ വണ്ടിന്റെ പേപ്പർ ഫിറ്റ് ആയാലേ വണ്ടി പേര് മാറാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ അതിനെക്കൊണ്ട് നമ്മൾ ആ ഒരു കാര്യം, അതായത് നമുക്ക് വണ്ടി തരുന്ന ആൾക്കൊരു വിശ്വാസമാണ്, വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് ഒരു വിശ്വാസമാണ്. പലരും ചിലപ്പം ഈ ഓടി പോകുമ്പോൾ ഫൈന് കുടിയിട്ട് ചിലപ്പോൾ പേര് മാറുക കുറെ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ നോർമൽ വണ്ടികളിൽ തന്നെ ഇപ്പോൾ ഫൈനിന്റെ ഒരുപാട് കേസ് ഉണ്ട്. നമ്മൾ വണ്ടി വിറ്റതിന് ശേഷം ഭയങ്കര പ്രശ്നമായിട്ട് വരുന്ന ഒരു കേസ് ഉണ്ട്. കൊമേഴ്ഷ്യൽ വണ്ടികൾ എന്ന് വെച്ചാൽ പേപ്പറാണ് മെയിൻ എല്ലാവർക്കും, അതായത് അത് പൈസ ചിലവാകുന്ന ഒരു കാര്യമാണ് കൊമേഴ്ഷ്യൽ. തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് ഫിറ്റായി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല, എടുക്കുന്ന ആൾക്കും ഒരു ഗുണത്തിൽപ്പെടുന്ന സംഭവമാണ്. ഓക്കെ. ഫുൾ ലോൺ കിട്ടുമോ? ഫുൾ ലോണിലേക്ക് കിട്ടേണ്ടതാണ് എൻ്റെ അഭിപ്രായത്തിൽ. 2018 ആകുമ്പോൾ 2 lakhs എന്തായാലും ലോൺ കിട്ടും. 2 lakhs എന്തായാലും ലോൺ കിട്ടും. ബാക്കി നമുക്ക് മുകളിലോട്ട് കൊടുക്കാം, നോക്കിയിട്ട് ചെയ്യാം. അതെ, ഇത് സ്റ്റാർട്ടിങ് അതിനെ കൊണ്ടാണ് ലോൺ എമൗണ്ട് നമുക്ക് അത്ര പ്രത്യേകം പറയാൻ പറ്റാത്തത്. നിങ്ങൾ വന്നിട്ട് എടുക്കുകയാണെങ്കിൽ ഓരോന്നോരോന്ന് അപേക്ഷിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പഠിക്കാം, കൂടുതൽ പഠിച്ച് വരാലോ. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഫുൾ ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് ഏകദേശം നമ്മുടെ ആ ഏസ് ഗോൾഡൊക്കെ ആയിട്ട് കമ്പാരിസൺ വരുന്ന ഒരു വണ്ടിയാണ്. ഒരു പൊടിക്ക് ലേശം കപ്പാസിറ്റി കൂടുതലുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്. ഇതും ടാറ്റ ഏസ് ഗോൾഡാണ്. KL 84 കൊണ്ടോട്ടി രജിസ്ട്രേഷൻ വാഹനം. 84 കൊണ്ടോട്ടി അല്ലേ? പറഞ്ഞോളൂ, എങ്ങനെയാ? ഇത് 2021 മോഡലാണ്. ഇത് ക്ലോസ്ഡ് ബോഡി വണ്ടി, ഫുൾ ചെയ്തിട്ടുണ്ട്. ക്ലോസ്ഡ് ബോഡി, ഫുൾ ക്ലോസ്ഡ് ആയിരിക്കും. ബാക്ക് ബോഡി മൊത്തം ഫുൾ ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ. എന്താ വെച്ചാൽ നമുക്ക് നനയാൻ പറ്റാത്ത ഐറ്റംസ് എന്തുണ്ടെങ്കിലും ബോഡി എന്താ വെച്ചാൽ ഉണ്ടല്ലോ, നമുക്ക് വിലപ്പെട്ട സാധനങ്ങൾ അങ്ങനെ. അതേമാതിരി എന്താ പറയാ, സ്മെല്ല് ചെയ്യാത്തത് ബേക്കറി ഐറ്റംസ് അങ്ങനെയൊക്കെയുള്ള ആ ഒരു പണിയൊക്കെ പറ്റുന്ന ഒരു വണ്ടിയാണ്. വണ്ടി. ഓക്കെ. ബോഡി ചെയ്താണ്, നിങ്ങൾ ഇനി ഒന്നും ചെയ്യാനില്ല. പറഞ്ഞോളൂ, ഏതാ മോഡൽ? ഇത് 2021 മോഡൽ, ഏസ് ഗോൾഡ് പെട്രോൾ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു മൈലേജ് ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ബോഡി തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ നോക്കാം, എടുക്കാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് വരാനുള്ള കുറച്ച് വണ്ടികളുണ്ട്, 407 416 ഒക്കെ വരുന്നുണ്ട്. അതിലൊക്കെ ക്ലോസ്ഡ് ബോഡി നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ബോഡി ആയിട്ടുള്ള വണ്ടികളാണ് നിൽക്കുന്നതൊക്കെ. ഓക്കെ. നിങ്ങൾ ബോഡി ചെയ്ത് കൊടുക്കുന്ന അങ്ങനെ എന്തെങ്കിലും സിസ്റ്റം ഉണ്ടോ? ഇല്ല. നമ്മൾ എന്താണ് വരുന്ന കണ്ടീഷൻ, ഈ വണ്ടിയൊക്കെ ഇറങ്ങുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങുമ്പോഴേ നമുക്ക് ഇപ്പൊ ഒരു നിയമമുണ്ട്, ക്ലോസ്ഡ് ബോഡി വണ്ടി ഓപ്പൺ ആക്കാൻ പറ്റൂല, ഓപ്പൺ ബോഡി വണ്ടികൾ ക്ലോസ്ഡ് ആക്കാനും പറ്റൂല. എന്താണോ കമ്പനി ഇറങ്ങുന്ന സമയത്ത് കൊടുത്തിരിക്കുന്നത് അതിലെ വണ്ടികൾ പറ്റുള്ളൂ. അപ്പൊ കമ്പനി തന്നെ നമ്മൾ ആവശ്യപ്പെടണം, ഈ ടൈപ്പ് ആ വേണ്ടത്. കമ്പനി വരുന്ന പുതിയ വണ്ടി എടുക്കുന്ന ആൾക്ക് ക്ലോസ്ഡ് ബോഡിയാണ് ആവശ്യം വെച്ചാൽ ഒരു പറയണം ക്ലോസ്ഡ് ബോഡി വേണമെന്ന്. അപ്പോൾ ആ കമ്പനി ചെയ്യുന്ന ക്ലോസ്ഡ് ബോഡി കെട്ടിക്കൊടുക്കും. അങ്ങനെയാണ് അതിന്റെ ഒരു പർപ്പസ്. ഇപ്പൊ ചില പറയും ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ആക്കി ഇടാം, പക്ഷേ അത് പറ്റൂല, അത് ഫൈൻ പിടിച്ചാൽ ഫൈന് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ക്ലോസ്ഡ് ബോഡി ഇപ്പൊ ഓപ്പൺ അതുണ്ടോ? അതായത് ഇപ്പൊ ഇതിപ്പോ വണ്ടി ഓപ്പൺ ആണ്, ചില ഇത് വില കുറവാണല്ലോ, അത് എടുത്തിട്ട് വെയിൽ കെട്ടിയാൽ മതിലോ ചോദിക്കും, പക്ഷെ ചെയ്യാൻ പാടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ കൈ പിടിച്ചാൽ നല്ല ഫൈന് കിട്ടും. ഇപ്പൊ പുതിയ ഗവൺമെന്റ് കൊണ്ടുവരുന്ന പുതിയ നിയമമാണത്. അപ്പൊ അങ്ങനെയുള്ളത് ഇപ്പൊ അതും ശ്രദ്ധിക്കുക. ഇതിന്റെ പ്രൈസിങ് എങ്ങനെയാ? ഇത് നമ്മൾ ചോദിക്കുന്ന വില 285 ചോദിക്കുന്നത്. ഫുൾ ലോൺ കിട്ടോ? ഫുൾ ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. എത്ര ഓടി ഇപ്പോ? ഇത് 40 ഓടിയിട്ടുള്ള വണ്ടി, സർവീസിലും കമ്പനിയുള്ള വണ്ടി, സർവീസുള്ള വണ്ടിയാണ്. തട്ടുമുട്ട് വേറെ റീപ്ലേസ്മെന്റ് അങ്ങനെ ഒന്നുമില്ല. പിന്നെ അവിടെ ചെറിയ ചെറിയ പെയിന്റ് ചെയ്യാനൊക്കെ ഉണ്ട്, അതിനെടുത്ത് വെച്ചിട്ടുള്ള ഒരു കോളത്ത് നിൽക്കുന്ന വണ്ടികളാണ്. വാഷിങ് ചെയ്തിട്ടില്ല പ്രോപ്പർ ആയിട്ടില്ല, ഫുള്ള് ചെയ്തിട്ടില്ല, അങ്ങനെ വെച്ചേക്കാണ്. അതുകൊണ്ടാണ്, കാരണം ഇവിടെ ചെയ്തിട്ട് കാര്യമില്ല, മൊത്തം പൊടിയാണ്, ഓപ്പൺ യാർഡാണ്. ഇവരിപ്പോ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് പുറകിലേക്ക് എടുത്താണ്. ക്യാപ്സ് കാസിന്റെ ഒരു സൈഡ് കൂട്ടുള്ള റോഡിൽ പുറകിലേക്ക് ക്യാപ്സ് മോട്ടോഴ്സിന്റെ സെപ്പറേറ്റ് ഒരു യാർഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ. എന്തായാലും നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുമ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു. ഇനി പുതിയ സ്റ്റോക്ക് എപ്പോഴത്തേക്ക് കയറുക? ഇത് നമുക്ക് ഈ വരുന്ന ആഴ്ച തന്നെ കയറും, അതായത് നാളെ അല്ല മറ്റന്നാളായിട്ട് തന്നെ കയറും. എന്തായാലും നിങ്ങൾ വിളിച്ചു നോക്കോളൂ. ഈ കാണിച്ച വാഹനങ്ങൾ താല്പര്യമുണ്ടെങ്കിലും ഇനി വരാനുള്ള ഏതെങ്കിലും അന്വേഷിക്കാനുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വിളിച്ചു നോക്കാം. കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, മറന്നു പോകണ്ട. അപ്പോൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർസ് വരിക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് കാണിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അതൊരു ഇൻസ്പിറേഷനാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. പുതിയ ഇത് നമുക്ക് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പോ എന്തെങ്കിലും തുടങ്ങാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർസ് കൊടുക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. സുഷി, താങ്ക്സ്. ഓക്കെ, ബൈ.